നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അകന്ന് സമാധാനവും സന്തോഷവും നേടണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. ഈ വക പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം സാധ്യമാകുന്ന കുറച്ച് വ്യക്തികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് 2 ചിത്രങ്ങൾ നൽകുന്നുണ്ട്. ഈ ചിത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളുടെ ഫലങ്ങൾ പറയുന്നതും. അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പക്ഷിയാണ്. ആ പക്ഷി എന്ന് പറയുന്നത് പരുന്താണ്. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് മയിലാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. കഷ്ടതകളുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ആഗ്രഹങ്ങൾ, അതിയായ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്. എന്നാൽ അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച സാധ്യമാകുമോ? സാധ്യമാകുമെങ്കിൽ അത് എപ്രകാരമായിരിക്കും എന്നൊക്കെയാണ് ഇന്നത്തെ തൊടുകുറി ശാസ്ത്രപ്രകാരം നിങ്ങൾ അറിയുവാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ച് പറയുന്നു. ഒന്നാമത്തെ ചിത്രമായ പരുന്താണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാണ്. ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങൾക്കും ഒരുപാട് വാക്തർക്കങ്ങൾക്കും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വന്ന വ്യക്തികളാണ് നിങ്ങൾ. ധാരാളം പ്രതിസന്ധികളും ധാരാളം വെല്ലുവിളികളും ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ മോശകരമായ അനുഭവങ്ങളൊന്നുമില്ലാതെ ഇറുകിയ സാഹചര്യത്തിലൂടെ കടന്നുപോയ വ്യക്തികൾ. പലപ്പോഴും കഷ്ടങ്ങളിലൂടെയും കടഭാരങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ നിങ്ങളുടെ ജീവിതം നയിക്കപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന കുറച്ചധികം പ്രയാസങ്ങളുണ്ട്. അതായത് എത്രയൊക്കെ നിങ്ങളെ വേണ്ടപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കിയാലും ഏറ്റവും അവസാനം നിങ്ങളെ കുറ്റപ്പെടുത്തുകയും തള്ളിക്കളയുകയും നിങ്ങൾ ഒരു തരത്തിലും അവരെ സഹായിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള സംസാരമൊക്കെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. അർഹതയില്ലാത്ത ഇടങ്ങളിൽ നിങ്ങൾ നൽകുന്ന അമിത സ്വാതന്ത്ര്യം തന്നെയാണ് ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് വെല്ലുവിളികളായി തീർന്നിട്ടുള്ളത്. പല സന്ദർഭങ്ങളിലും നിങ്ങൾ നാണം കെട്ടു പോവുകയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കേണ്ടതുമായ സാഹചര്യങ്ങൾ. എപ്പോഴും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്ത വ്യക്തികൾ തന്നെ നിങ്ങൾക്കെതിരെ തിരിയുന്ന സാഹചര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്കൊരിക്കലും ക്ഷമിക്കുവാനോ പൊറുക്കുവാനോ കഴിയാത്ത തരത്തിലുള്ള മനോവേദനകൾ ഒരുപാട് നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് ഏൽക്കുന്ന വളരെ അപമാനങ്ങൾ, അവരുടെ ഭവനത്തിലോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലോ നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഒരു സ്വാതന്ത്ര്യമില്ലാതായി പോകുന്ന നിമിഷങ്ങൾ. ധാരാളം കടഭാരങ്ങളുണ്ട്. പക്ഷേ ഈ കടഭാരങ്ങളൊന്നും നിങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു വെച്ച കടഭാരങ്ങളല്ല. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ അനുഭവിച്ചേ തീരാവുന്ന കുറച്ചധികം കടഭാരങ്ങളാണ്. സന്തോഷകരമായ ഒരു അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് സാധ്യതയില്ല. കാരണം ഒത്തിരി പ്രയാസങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇനിയും ആരുടെയെങ്കിലും കഷ്ടതകളും കടഭാരവും ഒക്കെ കണ്ടാൽ അതൊക്കെ മനസ്സിലാക്കുവാനും അതിനെയൊക്കെ സഹായിക്കുവാനുമുള്ള ഒരു പ്രവണതയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ അത് നല്ല കാര്യമാണ്. പക്ഷേ ഇന്ന് നിങ്ങൾ ഏത് നിലയിലാണ് ജീവിക്കുന്നത് എന്ന് പരിപൂർണമായി മനസ്സിലാക്കിക്കൊണ്ട് മാത്രം അത്തരം പ്രവൃത്തികൾക്കായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ജീവിതത്തിൽ ഒത്തിരി നന്മകളുണ്ടാകും. ഇനി നിങ്ങളിൽ ഉണ്ടാകുന്ന പ്രതീക്ഷകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രാർത്ഥനയും കഠിനാധ്വാനവും മാത്രമാണ്. ആ വ്യക്തികളെയൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വലിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിന് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് വിശ്വാസത്തോടും ദൈവിക അനുഗ്രഹത്തോടും ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതം കടന്നു പോകുവാനായിട്ട് പ്രാർത്ഥിക്കുക. പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ നിങ്ങൾ വേണ്ട എന്ന് വെച്ച വ്യക്തികളാണ്. പല നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മറന്നു കളഞ്ഞ വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ ഇനിയും നിങ്ങളുടെ ജീവിതത്തോട് പൊരുതുവാനും അതുപോലെ തന്നെ കടഭാരങ്ങളൊക്കെ മാറ്റി നിർത്തുവാനും നിങ്ങൾക്ക് കഴിയും. വരുന്ന കുറച്ച് ദിവസം ആത്മാർത്ഥതയോടുകൂടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും.
അപ്പോൾ ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രമായ പരുന്ത് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഇനി രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമോട് നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ചിത്രമാണ് മയിലിൻ്റെ ചിത്രം. ഈ മയിലിൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾക്കും അപ്പുറം നിങ്ങളെന്ന വ്യക്തി ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ്. എന്തു ചെയ്താലും അത് വളരെയധികം ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കും അനുസരിച്ച് ചെയ്യാതെ നിങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടിൽ ചെയ്ത് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഒത്തിരി വേദനകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ഒത്തിരി കടഭാരങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ മാറ്റി നിർത്തുവാനും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടുവരുവാനുമായിട്ടൊക്കെ നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ ഒരു ഭവനമില്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ. ഇപ്പോഴും കണ്ണുനീരുകളോടും പ്രയാസങ്ങളോടും കൂടി ഈശ്വര സന്നിധിയിൽ സമീപിക്കുന്ന വ്യക്തികൾ. തീർച്ചയായിട്ടും നിങ്ങളുടെ തൊടുകുറി ഫലം പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ഭാരപ്രയാസങ്ങൾക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് തൊടുകുറി ശാസ്ത്രം പറയുന്നത്. അതായത് നിങ്ങൾ എവിടെയൊക്കെയാണോ അപമാനിതരായത്, നിങ്ങൾ എവിടെയൊക്കെയാണോ ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചത്, അതിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം ഉണ്ടാകും. ജീവിതത്തിൽ നിങ്ങളെ കളിയാക്കിയവരും പുച്ഛിച്ചവരും ഒക്കെ മാറി നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഉപജീവന മാർഗം തീർച്ചയായിട്ടും നിങ്ങളെ ശക്തിപ്പെടുത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറും. നിങ്ങളുടെ ഭവനപ്പണി പൂർത്തീകരണത്തിലേക്ക് എത്തും. അതുപോലെ തന്നെ വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തികൾക്ക് ഒരു വലിയ വലിയ അനുഗ്രഹം സാധ്യമാകും. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും മറന്ന് നിങ്ങൾക്ക് ലക്ഷ്യം നേടുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം വളരെ കൂടുതലുണ്ട്. ഏതൊക്കെ തരത്തിലാണോ പ്രയാസം അനുഭവിക്കുന്നത്, ഏതൊക്കെ തരത്തിലാണോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, അതിൽ നിന്നൊക്കെ ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നതിനപ്പുറം മറ്റൊന്നും പറയാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ പ്രയാസങ്ങൾക്കും നിലവിളികൾക്കും അപ്പുറം ഈശ്വരന് മറ്റ് കാര്യങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം അനുഗ്രഹിക്കും. നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നതും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുമായ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസം കൈവിടരുത്. ഈശ്വര നന്മ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. വരുന്ന ഒരു 90 ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം മറികടന്ന്, പ്രതിസന്ധികളെല്ലാം മറികടന്ന് ഒരു രക്ഷ നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ആത്മധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടെ ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രയാസങ്ങളില്ലാത്തൊരു ജീവിതം നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഈശ്വര അനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.